ഹായ്, ഞാൻ ഡോക്ടർ ഇർഷാദ് അലി. യൂട്യൂബ് ചാനലിലെ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹെയർ മാസ്കിനെ കുറിച്ചിട്ടാണ്. ഈ ഫേസ് മാസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകും. ഈ ഹെയർ മാസ്ക് എന്നുള്ള ഡെർമറ്റോളജിയിൽ വന്ന ഒരു പുതിയ പ്രോഡക്റ്റാണ്. ഈ ഹെയർ മാസ്കിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്കിന്നിൽ വരുന്ന പല പല പ്രൊസീജിയറിനും നമ്മൾ ഫേസ് മാസ്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഹെയർ മാസ്ക് കമ്പാരിറ്റീവ്ലി പുതിയതായിട്ട് മാർക്കറ്റിൽ വന്ന പ്രോഡക്റ്റാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഒരുപാട് ആക്റ്റീവ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ്സിൽ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അതിന് ഹെയറിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടും ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെയറിനെ റിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആക്റ്റീവ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പലർക്കും ഉള്ള പല കംപ്ലയിൻസ് ആണ് നമ്മുടെ ഹെയർ ഷാമ്പൂ ചെയ്യുമ്പം, അതേപോലെ തന്നെ ഹെയറിൽ വരുന്ന പല കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, അതേപോലെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ ഹെയറിൽ വരുന്ന സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പെട്ടെന്ന് ഫ്രിസി ആവും, അതേപോലെ ഹെയർ ടാങ്കിൾഡ് ആവും, ഹെയർ പെട്ടെന്ന് ബ്രിറ്റിലാവും, അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസ് വരും. അതേപോലെ ഹെയർ ഒന്ന് ഷാമ്പൂ ചെയ്താൽ പോലും ഹെയറിൻ്റെ ടെക്സ്ചേഴ്സൊക്കെ മാറും. അതുകൊണ്ട് തന്നെ അവർക്ക് ഷാമ്പൂ ചെയ്യാൻ നമ്മൾ മെഡിക്കേറ്റഡ് ഷാമ്പൂ ഒക്കെ കൊടുത്താൽ പോലും അവരതിന് റെഡി ആവാറില്ല. അവർക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അതിൻ്റെ ചില അഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ 1 അഡ്വാൻറ്റേജ് ആണ്, ഒന്ന് ഒരു ഡീപ്പ് കണ്ടീഷണർ ആണെന്നുള്ളത്. ഒരു കണ്ടീഷനായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്നാൽ ഇത് ഹെയറിനെ റിപ്പയർ ചെയ്യും, അതേപോലെ തന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഹെയറിൻ്റെ റൂട്ട് മുതൽ ഹെയറിൻ്റെ ടിപ്പ് വരെ എന്നുള്ളത്. തേർഡ് പോയിന്റ്, ഹെയറിനെ ഇത് ഡീപ്ലി മോയ്സ്ചറൈസ് ചെയ്യും, അതായത് ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുള്ളത്. അത് ഹെയറിനെ നമ്മൾ കുളിക്കുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഹെയറിൻ്റെ മോയ്സ്ചറിനെ ഹെയറിൽ വെച്ച് തന്നെ ഹെയറിനെ ലോക്ക്ഡ് ആവും. അത് ഹെയറിൻ്റെ ഓരോ ഹെയറിനും ഹെയറിൻ്റെ മോയ്സ്ചറിനെ അവിടെ വെച്ച് തന്നെ ഹെയറിൻ്റെ ഷീറ്റിൽ വെച്ചിട്ട് തന്നെ അതിനെ ലോക്ക്ഡ് ആക്കി കളയും. ഓരോ ഷാമ്പൂ ചെയ്യുമ്പോൾ ഏത് ഷാമ്പൂ ആണ് നോൺ സൾഫേറ്റഡ് ഷാമ്പൂ ആണെങ്കിൽ പോലും കുറച്ച് ഹെയറിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഹെയറിൻ്റെ കെരാറ്റിൻ ലെയർ. കെരാറ്റിന് കുറച്ചൊരു ശതം സംഭവിക്കും. എങ്ങനത്തെ ഷാമ്പൂ ആണെങ്കിൽ പോലും ഹെയറിൻ്റെ കെരാറ്റിനിൽ കുറച്ചൊരു ശതം സംഭവിക്കും. നോൺ സൾഫേറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് എങ്കിൽ പോലും കുറച്ചൊരു ശതം സംഭവിക്കാറുണ്ട്. ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ കുറച്ചൊരു നമ്മൾ പ്രോട്ടീൻ കണ്ടൻസും ഇതിൽ കുറച്ച് കൊളാജൻ കണ്ടൻസും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രോട്ടീൻ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കുറച്ച് കെരാറ്റിൻ സപ്ലൈ ചെയ്ത് ഹെയറിൻ്റെ ഒരു പ്രോട്ടീൻ ഷീറ്റ് ഹെയറിൻ്റെ മേലെ കൂടെ ഇത് സപ്ലൈ ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. സോ ഇത് നമ്മൾ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഡെർമറ്റോളജിയിൽ വരുന്ന കൂടുതൽ പ്രോഡക്ട്സിനെ പറ്റി ഞാൻ കൂടുതൽ അവതരിപ്പിച്ചു തരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.